കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയ്ക്കിടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തി. മഹാരാഷ്ട്രയിലെ DCC അധ്യക്ഷന്മാരെ നിശ്ചയിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കാണ് ചെന്നിത്തല ഡൽഹിയിലെത്തിയത്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും ചെന്നിത്തല കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുമെന്ന് ഡൽഹി റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ തിരുവനന്തപുരത്ത് ശ്രീജിത്ത് മറ്റു വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. SKN നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി 6 ദിവസങ്ങൾ മാത്രമാണുള്ളത്. എന്നാൽ കോൺഗ്രസിൽ ജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചകൾ വളരെ സജീവമായി നടക്കുകയാണ്. പലയിടത്തും ഫ്ലെക്സുകളും മറ്റും വെക്കുന്നുണ്ട്. അത്തരത്തിൽ PR ഇടപെടലുകളും പല കാര്യമായി നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് പ്രവർത്തക സമിതി അംഗമായ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് എത്തിയത്. അദ്ദേഹം രാത്രിയോടെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് മഹാരാഷ്ട്രയിലെ DCC പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച യോഗങ്ങൾ പങ്കെടുക്കാനാണ് അദ്ദേഹം കോൺഗ്രസ് ആസ്ഥാനത്ത് എത്തുന്നത്. ഈ കോൺഗ്രസ് ആസ്ഥാനത്ത് എത്തുമ്പോൾ AICCയുടെ പ്രസിഡന്റായ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചേക്കുമെന്നാണ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവർ നൽകുന്ന വിവരം. എന്നാൽ രാഹുൽ ഗാന്ധി ഇന്ന് ഡൽഹിയിലില്ല. അദ്ദേഹം ആൻഡമാനിലാണ്. അവിടെ ആൻഡമാനിൽ നടക്കുന്ന ഒരു പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ആൻഡമാനിലേക്ക് പോയിരിക്കുന്നത്. എന്നാൽ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള പ്രധാന നേതാക്കൾ കോൺഗ്രസ് ആസ്ഥാനത്ത് ഉണ്ടാകുമെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല അവരെ കണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തന്റെ അവകാശവാദം ഉന്നയിച്ചേക്കുന്ന തരത്തിലുള്ള ശക്തമായ പ്രചരണങ്ങളുണ്ട്. എന്തായാലും കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച വളരെ സഹൃദയായി നടക്കുന്നു. 3 പേരുകളാണ് പ്രധാനമായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയരുന്നത്. ഒന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, 2 KC വേണുഗോപാൽ, മറ്റൊന്ന് രമേശ് ചെന്നിത്തല. എന്നാൽ ഇവർക്ക് വേണ്ടിയുള്ള ചരടുവലികളും നീക്കങ്ങളും വളരെ തകൃതിയായി തന്നെ നടക്കുകയാണ്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.